പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ലല്ലോ. അപ്പം ഒരു ഗാർഡൻ, മഴക്കാലത്തു കൂടി ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ട്. പച്ചക്കറികളും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട്. പക്ഷേ എപ്പോൾ അതിന് പറ്റുകയില്ല, കാരണം ഇപ്പം വെള്ളത്തിന് ക്ഷാമമാണ്. അപ്പം മഴക്കാലത്ത് ചെയ്യാൻ വേണ്ടി എപ്പോൾ തന്നെ ഇങ്ങനെ ഇതൊക്കെ നിരപ്പാക്കുവാണ്. പിന്നെ കോഴിക്കോട് അങ്ങനത്തെ മറ്റുള്ള വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റുകയാണ്. പിന്നെ പറമ്പ് നിരപ്പാക്കാനുണ്ടായിരുന്നു. അതായത് തെക്ക് വശം താഴോട്ടായിട്ടും വടക്ക് വശം മേലോട്ടായിട്ടാണ് ഉള്ളത്. പിന്നെ വടക്ക് വശത്തെ മുറ്റത്ത് ഒരു കൊള്ളുണ്ട്. ആ കൊള്ളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മേൽമണ്ണ് കുറവാണ്. അതിലുള്ളത് കല്ലുകളാണ്. അതിൽ ചെടി വെച്ചാൽ ചെടി ഉണങ്ങിപ്പോകും, വേരോട്ടൊന്നും ഉണ്ടാവുകയില്ല. അത് ആ ഒരു കൊള്ളിങ്ങനെ തറച്ചെടുക്കുക, വേറെ ഒന്നിനും അത് കൊള്ളുകയില്ല. എന്നിട്ട് തെക്ക് ഭാഗത്തെ താഴ്ന്ന പറമ്പിൽ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. ഈ വശത്താണ് കൊണ്ടിടുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യേണ്ട ഭാഗമായിട്ട് നമ്മൾ വേസ്റ്റ് അങ്ങനത്തെ ആക്രിക്കാർക്ക് വേസ്റ്റൊക്കെ കൊടുക്കാനാണ് അറിയുന്നത്. പിന്നെ ഇങ്ങനെ പുറകു വശത്ത് ഒരു കല്ലിൻ്റെ ഇതുണ്ടായിരുന്നു. ആ ഒരു കല്ലുമേൽ ഒരു പാമ്പിൻ്റെ ഉപ്ലി, നമ്മളിവിടെ പറയുന്നത് പാമ്പിന് ഉപ്ലി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു ഉപ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മി ഇവിടെ ചീര സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഒരു ഉപ്ലീനെ കണ്ടത് എന്ന് പറഞ്ഞത്, ഉപ്ലീനെ കണ്ടത്. പിന്നെ ഇവിടെ ചീര സെറ്റ് ചെയ്തു. ഇതെവിടെ മമ്മി കുഴിക്കുന്നത് കണ്ടോ? അതൊരു ചെടി വെച്ചപ്പോൾ ഒരു ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ മഴക്കാലമല്ലല്ലോ, അതുകൊണ്ട് ഒരു ചെടിയായിട്ടേ വെക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്തത് സിറ്റിങ് പോലെ ആക്കിയതാണ്. ഈ 2 കല്ല് വെച്ച് അതിൻ്റെ മേലെ ഒരു മരക്കഷ്ണം ഉണ്ടായിരുന്നു, ആ മരക്കഷ്ണം കൂടി എടുത്ത് വെച്ച് അപ്പം മമ്മി സിറ്റിങ് പോലെ ആക്കിയതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ പുറകു വശമാണ്. ഇതാണ് നമ്മുടെ വടക്ക് വശമാണ്. ഇവിടെയൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്തു. എന്തിനാ ഓല വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വെയിലേക്ക് അടിക്കാണ്ടിരിക്കാനാണ്. അപ്പോഴാണ് ഒരു അതിഥി എത്തിയത്. ഇന്നലെയും വന്നൊരു അതിഥി, ഇന്നും എത്തിയൊരു അതിഥി. ഇന്നലെ വന്നത് ഒരു ചേരിയാണ്, പക്ഷേ ഇന്ന് വന്നത് വളപ്പാമ്പാണ്. നമ്മളെ നാട്ടിൽ വളപ്പാമ്പെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. വളപ്പാമ്പെന്ന് പറയാൻ കാരണം ഇത് വളയിട്ട പോലെയാണ് ഉള്ളത്. പിന്നെ ഇത് ചേര വന്ന അതേ സ്ഥലത്താണ്. ഇനി നമുക്കൊരു ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ? അപ്പം എൻ്റെ വീട്ടിലുള്ളൊരു കൊക്കോ കായയുടെ മരമുണ്ട്. അതിൽ നിന്നും കൊക്കോ കായ പൊട്ടിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. താഴെയൊക്കെ നിറച്ചും പച്ച കൊക്കോ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു മഞ്ഞ കൊക്കോ കായയും പിന്നെ മേലൊരു കൊക്കോ കായുണ്ട് മഞ്ഞ. അവിടെ ഒരു കൊക്കോ കായുണ്ട്. ആ ഒരു കൊക്കോ കായയും നമ്മൾ പൊട്ടിച്ച് അത് ഇങ്ങനെ വീതിച്ചിട്ടിട്ട് നമുക്ക് ഉണക്കാനിടണം. അപ്പോൾ ഉണക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇവിടെയൊക്കെ കുറേ കൊക്കോ കായൻ്റെ പൂക്കളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ കൊക്കോ കായ പൊട്ടിച്ചിട്ട് നമ്മൾ ഇട്ടു, വെയിലത്ത് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കൊക്കോ കായ പൊട്ടിച്ചിട്ട് വെയിലത്ത് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ വറക്കുന്നത് കാണിച്ചില്ല, സോറി, അതെടുക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. വറക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊലികളെ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ വിതറിയ ശേഷം അത് ചൂടല്ല, എന്നിട്ട് അത് നമ്മൾ വറുത്തതിന് ശേഷം എന്നിട്ടാണ് തൊലി കളയേണ്ടത്. അങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം
നമ്മൾ അത് പൊടിക്കുക. അപ്പം പൊടിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഞാനിട്ടത് പഞ്ചസാരയും പിന്നെ ഇതും പാൽപ്പൊടിയുമാണ് ഇട്ടത്. ഇനി നമുക്ക് ഇതൊന്നും കൂടി പൊടിച്ചെടുക്കാം. അതിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അതിൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു ഓയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ കുറച്ചും കൂടി മിൽമേൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടി ഇനി നമുക്ക് എന്താ അപ്പം നമ്മൾ അരക്കുമല്ല പൊടിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഓയിലിൻ്റെ സ്മെല്ല് വന്നു തുടങ്ങി. ഇത് ഇങ്ങനെ ആ ഒരു സ്മെല്ല് വന്ന പിന്നെ എന്നിട്ട് ഒന്നും കൂടി പൊടിച്ചു. അപ്പോൾ ഓയിൽ കണ്ടോ വന്നത്. ഓയിൽ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കട്ട പോലെ ഇരിക്കും. എന്തോ തിളക്കം പോലെ കാണുന്നില്ല. അതിൻ്റെ ഓയിലാണ്. നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ മാത്രം മതി. പഞ്ചസാരയൊക്കെ ആവശ്യത്തിന് ചേർക്കണം. പിന്നെ ശരിക്കുള്ള ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് പോലെയാണ് ശരിക്കുള്ളത്. അപ്പം ഒന്നും കൂടി പൊടിച്ചപ്പം കുറച്ചും കൂടി ഓയിലൊക്കെ വരാൻ വേണ്ടി വരുന്നുണ്ട്. ഇത് നമ്മൾ പൊടിക്കുന്ന സമയത്ത് ചൂടാവും. കണ്ടോ അവിടെ തിളങ്ങുന്നുണ്ട്. ഒരു വൈറ്റ് കണ്ടോ, അതാണ്. എനിക്ക് ഫ്രീസറിൽ വെക്കാനായിട്ട് വേറെ അങ്ങനത്തെ ട്രേ ഒന്നുമില്ല. കാരണം ഞാൻ ബിസ്ക്കറ്റിൻ്റെ ട്രേൻ്റെ അകത്താണ് നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇത് ചെമ്പരത്തി വെള്ളം നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം കുടിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ വരാം. എല്ലാവർക്കും ബൈ.